അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിലേക്ക് 18 വർഷത്തിനു ശേഷം CBI എത്തിയത് അഞ്ചലിൽ നിന്ന് ലഭിച്ച സൂചനകളിൽ നിന്നെന്ന് സൂചന. രഞ്ജിനിയെ കൊന്ന ദിവിൽകുമാറും രാജേഷും പോണ്ടിച്ചേരിയിൽ ഉണ്ട് എന്നതറിയാവുന്ന കുറച്ചു പേരെങ്കിലും അഞ്ചലിൽ ഉണ്ടായിരുന്നു. ഇതിലൊരാളാണ് വിവരം CBIക്ക് കൈമാറിയത് എന്നാണ് സൂചന. ഇയാളുടെ വിവരങ്ങൾ CBI പുറത്തുവിടില്ല. പിടികൂടാൻ സഹായിച്ചവർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ച സമ്മാനവും ഇയാൾക്ക് നൽകും. രാജ്യത്ത് CBIയുടെ വിശ്വാസ്യത ഈ അറസ്റ്റ് ഉയർത്തിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും വിലയിരുത്തൽ. ഇരട്ടക്കൊലക്കേസിലെ പ്രതികളും മുൻ സൈനികരുമായ ദിവിൽകുമാർ, രാജേഷ് എന്നിവരെ CBI ചെന്നൈ യൂണിറ്റിലെ അംഗങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഇരുവരുടെയും യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളിൽ നിന്നു തന്നെയാണ് വിവരങ്ങൾ CBIക്ക് കിട്ടിയത്. കൊലപാതകം നടത്തി ഒളിവിൽ പോകുന്ന കാലം മുതൽ ദിവിൽകുമാർ എവിടെയുണ്ടെന്ന കാര്യത്തിൽ വീട്ടുകാർക്ക് ധാരണയുണ്ടായിരുന്നു എന്നാണ് കരുതുന്നതെന്ന് CBI വൃത്തങ്ങൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. വീട്ടുകാരുമായി പ്രതി ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് സൂചനകളുണ്ട്. ദിബിൽ കാർപ്പൻ്റർ ഇന്റീരിയർ സ്ഥാപനം നടത്തുന്ന വിഷ്ണുവായി മാറി. അധ്യാപികയെ വിവാഹം ചെയ്തു. രാജേഷും ഒരു അധ്യാപികയെ വിവാഹം ചെയ്ത് കുടുംബസ്ഥനായി മാറിയിരുന്നു. ഇരുവരുടെയും യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ വിഷ്ണുവെന്ന പേരിൽ ദിബിൽ ഒളിച്ചു കഴിയുന്നത് പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് CBI സംഘം നിരീക്ഷണം ആരംഭിക്കുകയും വിഷ്ണുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് യഥാർത്ഥ പേരും വിലാസവും ദിബിൽ പോലീസിന് കൈമാറി. കേരള പോലീസിന്റെ സഹായവും CBIക്ക് ലഭിച്ചു. ദിബിൽകുമാറിന്റെ മേൽവിലാസം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചാണ്. വിഷ്ണുവിനെക്കുറിച്ചുള്ള വിവരം ആ അജ്ഞാതൻ അറിയിച്ചത് കേരള പോലീസിനെയാണെന്ന് സൂചനയുണ്ട്. പോലീസാണ് ഇക്കാര്യം CBIക്ക് നൽകിയതെന്ന് റിപ്പോർട്ടുണ്ട്. ദിബിൽകുമാറിന്റെ 18 വർഷം മുമ്പുള്ള ചിത്രം രൂപമാറ്റം വരുത്തി ടെക്നിക്കൽ ഇന്റലിജൻസ് പരിശോധിച്ചു. ദിബിൽകുമാറിന്റെ ഫേസ്ബുക്കിലെ വിവാഹ ഫോട്ടോയുമായി ഇതിൽ ഒരു ചിത്രത്തിന് സാദൃശ്യം തോന്നി. ഇതോടെയാണ് വിഷ്ണു തന്നെയാണ് ദിബിൽകുമാർ എന്ന നിഗമനത്തിലെത്തിയത്. ഈ വിവരം CBIക്ക് കൈമാറി. ഇതോടെ എല്ലാം ഉറപ്പിക്കുകയും ചെയ്തു. പോണ്ടിച്ചേരിയിൽ നടത്തിയിരുന്ന ഇന്റീരിയർ ഡിസൈനിംഗ് സ്ഥാപനത്തെക്കുറിച്ചും എങ്ങനെയാണ് പോണ്ടിച്ചേരിയിൽ എത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. വിഷ്ണു തന്നെയാണ് ദിബിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് DNA പരിശോധന നടത്തും. 2006-ൽ സംഭവം നടക്കുമ്പോൾ കേരളത്തിലെ ക്രൈം കേസുകളുടെ ചുമതല CBI ചെന്നൈ യൂണിറ്റിനായിരുന്നു. അതുകൊണ്ടാണ് പ്രതികളെ തിരഞ്ഞ് ചെന്നൈ യൂണിറ്റ് തന്നെ പോണ്ടിച്ചേരിയിലെത്തിയത്. 2006 ഫെബ്രുവരിയിലായിരുന്നു കൊലപാതകം. അഞ്ചൽ അലയമൺ രജനി വിലാസത്തിൽ രജനി, 17 ദിവസം പ്രായമായ ഇരട്ട പെൺകുഞ്ഞുങ്ങൾ എന്നിവരെ നിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇരുവരും ഒളിവിൽ പോയത്. പ്രതികളെ പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു കുറ്റപത്രം 2012-ൽ സമർപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. ഇനി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് CBI അറിയിച്ചു.